നമസ്കാരം. 50ാം പിറന്നാൾ ആഘോഷിക്കുന്ന ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ജനമനസ്സുകളിൽ ഇടം പിടിച്ച വ്യക്തിത്വത്തിന് ഉടമയാണ്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ശോഭയുടെ വിമർശനത്തിന്റെ ചൂടിന്റെ കയർപ്പ് നുണയാത്തവർ ആരുമുണ്ടാവില്ല. വിശ്വാസത്തിന് നേരെയുള്ള കമ്മ്യൂണിസ്റ്റ് കടന്നുകയറ്റത്തിനെതിരെയും മനുഷ്യന്റെ ആത്മാഭിമാനത്തിനെതിരെയുമുള്ള വെല്ലുവിളികൾക്കെതിരെയും അനീതിക്കും അഴിമതിക്കുമെതിരെയും ശോഭ സുരേന്ദ്രൻ എന്ന പോരാളിയെ കേരളം എന്നും കണ്ടിട്ടുണ്ട്. സമരമുഖങ്ങളിൽ തീക്കാറ്റായി ഇരമ്പുന്ന തേരാളിയാണ് ശോഭ സുരേന്ദ്രൻ. ഇപ്പോഴിതാ താൻ പിന്നിട്ട വഴികളിൽ നേരിട്ട അനുഭവങ്ങളുടെ ചൂടേറിയ ചില ഏടുകൾ ശോഭ പങ്കുവെക്കുകയാണ്. ടോൾ പ്ലാസയിൽ തോന്നിയപടി പിരിവ് നടത്തുന്നതിനെതിരെ BJP നടത്തിയ പ്രക്ഷോഭത്തിൽ പോലീസിൽ നിന്നും തലക്കടിയേറ്റ് അവശയായി ബോധമറ്റു വീണ സംഭവം ശോഭ ഓർത്തെടുക്കുന്നു. തന്നെ ഇല്ലായ്മ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് പോലീസ് അതിക്രൂരമായി തനിക്ക് നേരെ ലാത്തി ചാർജ് അഴിച്ചുവിട്ടത് എന്ന് ശോഭ സുരേന്ദ്രൻ പറയുന്നു. ഗൗരിയമ്മയ്ക്കും അജിതയ്ക്കും ശേഷം പോലീസിന്റെ ക്രൂരപീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന വനിതാ നേതാവ് ശോഭ സുരേന്ദ്രൻ തന്നെയാണ് എന്നുറപ്പിക്കുന്നതാണ് ഈ സംഭവം. തലപൊട്ടി ചോരയൊലിച്ചു കിടന്ന ശോഭയെ കള്ളു കൊണ്ടുപോകുന്ന ലോറിയിലെ സാധാരണക്കാരായ തൊഴിലാളി സുഹൃത്തുക്കൾ രക്ഷയ്ക്കെത്തി ഡ്രൈവറുടെ മുണ്ട് നടുവേ കീറി തലയിലെ മുറിവ് കെട്ടിവെച്ചുവെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. പിന്നീട് ഈ മുറിവ് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നുവെന്നും ഇതേ തുടർന്ന് ശാരീരികമായി പല പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വന്നുവെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. സത്യം ശക്തമായി തുറന്നടിക്കുക എന്നത് ശോഭ സുരേന്ദ്രന്റെ നയമാണ്. കേരളത്തിലെ പൊതുമണ്ഡലത്തിലെ വനിതാ നേതാക്കളിൽ ജനപ്രതിനിധിയാകാതെ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ച ശോഭ സുരേന്ദ്രനെ പോലൊരു നേതാവ് മറ്റാരുമില്ല. ജനകീയ പ്രശ്നങ്ങളിലെ ഇടത് വലത് ഒത്തുതീർപ്പുകളായാലും ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ ഇടത് സർക്കാരും CPM-ഉം ശ്രമിച്ചപ്പോഴും പിണറായിയുടെ കുടുംബത്തിന്റെ അഴിമതി കഥകളുടെ കാര്യത്തിലും മീശ വിവാദത്തിലൂടെ ഹിന്ദു സ്ത്രീകളെ അപമാനിച്ചപ്പോഴും ഗണപതി ഭഗവാനെ മിത്ത് എന്ന് പറഞ്ഞ് സ്പീക്കർ ഷംസീർ അവഹേളിച്ചപ്പോഴുമൊക്കെ ശോഭ സുരേന്ദ്രൻ എന്ന വനിതാ നേതാവിന്റെ പ്രതികരണത്തിന്റെ മൂർച്ച എത്രത്തോളമുണ്ട് എന്ന് കേരളം നേരിൽ കണ്ടതാണ്. കാളിയും ദുർഗയുമാണ് എന്നെ നയിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ശോഭ സുരേന്ദ്രന്റെ പല പ്രസംഗങ്ങളിലും ആ ശക്തികളുടെ പ്രഭാവമാണ് പലപ്പോഴും പ്രതിഫലിക്കാറുള്ളത്. ആലപ്പുഴയ്ക്ക് വേണ്ടത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് ആലപ്പുഴയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി പ്രചരണത്തിനിറങ്ങുമ്പോൾ ശോഭ പറഞ്ഞിരുന്നു. അതിപ്പോൾ ആലപ്പുഴക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഒരു കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ശോഭയുടെ കുട്ടിക്കാലം ഏറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു. ദുരിതങ്ങളോട് പടപൊരുതി ജീവിതത്തിൽ ജയിച്ചു കയറുകയായിരുന്നു അവർ. കഷ്ടപ്പാടുകൾക്കിടയിൽ പോലും പഠനത്തിലും സാമൂഹിക പ്രവർത്തനത്തിലുമെല്ലാം ശോഭ സജീവ സാന്നിധ്യമായി. അച്ഛന്റെ മരണത്തോടെയായിരുന്നു കഷ്ടപ്പാടുകളുടെ വേലിയേറ്റം. ബാലഗോകുലത്തിലും ABVP-യിലും പ്രവർത്തിച്ച ശോഭ സുരേന്ദ്രൻ BJP-യിൽ എത്തുന്നത് അങ്ങനെയാണ്. പ്രതിസന്ധികളെ ചങ്കൂറ്റത്തോടെ എന്നും നേരിട്ട് കാട്ടിക്കൊടുത്ത അമ്മയാണ് ശോഭയ്ക്ക് റോൾ മോഡലും കരുത്തും. 1995-ൽ യുവമോർച്ചയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് എത്തിയ ശോഭ സുരേന്ദ്രൻ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന സമിതി അംഗം, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ പദവികളും വഹിച്ചു. മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ 2004-ൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായി. പിന്നീട് 2 ടൈമിൽ മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശോഭ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ആയി. തുടർന്ന് ദേശീയ നിർവാഹക സമിതി അംഗമായിരുന്നു ശോഭ. ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. 2004-ൽ വടക്കഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു ശോഭയുടെ കന്നി അംഗം. പിന്നീട് 2 തിരഞ്ഞെടുപ്പുകളിൽ പാലക്കാട്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുള്ള ശോഭ സുരേന്ദ്രൻ ആ 2 തിരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്തെത്തി. ലോക്സഭയിലേക്കുള്ള കന്നി അംഗം 2014-ൽ പാലക്കാട് നിന്നായിരുന്നു. അവിടെ 2009-ലെ 60,000 BJP വോട്ടുകൾ 1,38,688 ആക്കി ഉയർത്താനും അവർക്കായി. അടുത്ത ലോക്സഭാ പോരാട്ട വേദി ആറ്റിങ്ങലായിരുന്നു. 2014-ലെ 90,000 എന്ന വോട്ട് 2,48,688 വർദ്ധിച്ചു. ഇത്തവണ ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭ സുരേന്ദ്രൻ വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ലക്ഷ്യം വെക്കുന്നില്ല. Hey!
സംസ്ഥാന